തൃശൂർ ചേലക്കരയിൽ അനധികൃതമായി കെട്ടിപ്പൊക്കിയ കൺവെൻഷൻ സെന്ററിന് വിലക്ക്. തണ്ണീർത്തട നിയമം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടത്തിനെതിരെയാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നടപടി. മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസിനരികെയായിരുന്നു കൺവെൻഷൻ സെന്റർ. സംഭവം വിവാദമായതോടെയാണ് നടപടി. കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചതെന്ന വാർത്ത ജനം TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനം ഇംപാക്ട് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, നമുക്കറിയാം ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ പഞ്ചായത്ത് പക്ഷേ പറഞ്ഞത് ഇത്രയും ബഹുനില മന്ദിരം നിർമ്മിച്ചത് അവർ അറിയാതെയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നടപടി ഒടുവിലുണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, തണ്ണീർത്തട സംരക്ഷണ നിയമം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഈ ചേലക്കര നഗരത്തിലെ കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം നടന്നിരുന്നത്. അതിനുശേഷം ഈ പെർമിറ്റോ നിർമ്മാണ അനുമതിയോ ഇല്ലാതെ നിയമവിരുദ്ധമായി നടന്ന നിർമ്മാണ പ്രവൃത്തികൾ ആദ്യം പഞ്ചായത്ത് അധികൃതർ അറിഞ്ഞില്ലെന്നായിരുന്നു വാദിച്ചിരുന്നത്. അതിനുശേഷം ആണ് ഇത്തരത്തിലൊരു നടപടി കൈക്കൊള്ളേണ്ടി വന്നിരിക്കുന്നത്. ഇത് വാർത്തയായതിനെ തുടർന്ന് കൃത്യമായും അതിലൊരു നടപടി കൈക്കൊള്ളാൻ പഞ്ചായത്തിന് ഇത്രയധികം സമയം വേണ്ടി വന്നു എന്നുള്ളത് കൂടിയാണ്. കാരണം ഈ അനധികൃതമായി കൺവെൻഷൻ സെന്ററിൽ നടത്തുന്ന വിവാഹ ചടങ്ങുകൾക്കുൾപ്പെടെയാണ് ഇപ്പോൾ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ തണ്ണീർത്തടം നികത്തിയാണ് ഈ കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചതെന്നും ഈ ഉത്തരവിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ പറയുന്നുണ്ട്. LDF ഭരിക്കുന്ന ഈ ചേലക്കര പഞ്ചായത്തിലാണ് നിലം നികത്തിക്കൊണ്ട്, അതായത് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസിന് തൊട്ടരികത്താണ് ഇത്തരത്തിലൊരു അനധികൃത നിർമ്മാണം നടന്നിരുന്നത്. നിർമ്മാണാനുമതിയോ പെർമിറ്റോ വാങ്ങാതെ 1 ഏക്കറോളം ഭൂമി നികത്തി 7500-ലധികം സ്ക്വയർ ഫീറ്റിലുള്ള ഇരുനില കെട്ടിടമായിരുന്നു ഇവിടെ നിർമ്മിച്ചിരുന്നത്. അനുമതിയില്ലാതെ കെട്ടിടത്തിൽ 2 കല്യാണങ്ങളും നടത്തിയിരുന്നു. ചേലക്കര സ്വദേശികളായിട്ടുള്ള തൈക്കാട്ടിൽ വീട്ടിൽ സുരേഷ്, രാജേഷ്, സന്തോഷ് എന്നിവരുടെ പേരിലായിരുന്നു ഭൂമി. എന്തായാലും ഇതിൽ കൃത്യമായ നടപടി കൈക്കൊള്ളാൻ ഇപ്പോൾ പഞ്ചായത്തിന് ആ ഒരു സമ്മർദ്ദം നേരിടേണ്ടി വന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തന്നെ പോലീസിന് ഉൾപ്പെടെ നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ്. ഈ നിലവിൽ ബിൽഡിംഗ് നമ്പറോ വൈദ്യുതി കണക്ഷനോ ഈ കെട്ടിടത്തിന് കിട്ടിയിരുന്നില്ല. പൂർണ്ണമായും ജനറേറ്റർ ഉപയോഗിച്ചാണ് ഈ കൺവെൻഷൻ സെന്റർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. നിയമരംഗത്തിന് പിഴയടച്ച് പിന്നീട് കെട്ടിടം നിയമാനുസൃതമാക്കാമെന്ന നിലപാടിലായിരുന്നു ഈ ഉടമകളൊക്കെ തന്നെ. എന്നാൽ അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടിയെടുക്കാൻ അവിടെയുള്ള നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. ജനം TV വാർത്ത ഈ സംഭവം വിവാദമായതോടെയാണ് ഇപ്പോൾ കൃത്യമായൊരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി. യെസ്.